നമസ്കാരം. വിദ്യാർത്ഥി വിസ നടപടികളുമായി ബന്ധപ്പെട്ട കാനഡയുടെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥി വിസകൾ 35% വെട്ടിക്കുറയ്ക്കാൻ കാനഡ തീരുമാനിച്ചു. ഒണ്ടാരിയോ പോലെ ചില പ്രവിശ്യകളിൽ 50% വരെ കുറയ്ക്കുമെന്നും കാനഡ കുടിയേറ്റകാര്യ മന്ത്രി മാർക്ക് മില്ലർ അറിയിച്ചു. 2 വർഷത്തേക്ക് മാത്രമാണ് ഈ നിയന്ത്രണങ്ങൾ. 2025 ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ IRCC ഇക്കാര്യത്തിൽ അവലോകനം നടത്തും. മറ്റൊരു പ്രധാന മാറ്റം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് 2024 സെപ്റ്റംബർ 1 മുതൽ അനുവദിക്കുന്ന വിസകൾക്ക് പഠനാനന്തരമുള്ള വർക്ക് പെർമിറ്റ് അനുവദിക്കില്ല. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ വിശദമായ ഒരു ലിസ്റ്റ് കാനപ്രൂവിൽ നിന്നും ലഭിക്കുന്നതാണ്. നിലവിൽ ക്യുബക്കിലാണ് ഇത്തരത്തിൽ പ്രോവിൻസിൽ നിന്നും അപ്രൂവൽ നേടേണ്ട ഒരു രീതി നിലവിലുള്ളത്. ക്യുബക്കിൽ ഇത് CAQ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു രീതിയാണ് മറ്റു പ്രോവിൻസുകളിലേക്കും ഇനി മുതൽ വരാൻ പോകുന്നത്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ആദ്യത്തെ വിലയിരുത്തൽ അതാതു പ്രവിശ്യകൾ നടത്തും. ഇത് IRCC പ്രവിശ്യകളുടെ തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ വിസ നിരസിക്കുന്നത് ഒരു പരിധിവരെ തടയും. മാസ്റ്റേഴ്സ്, PhD, സ്റ്റഡി വിസ പുതുക്കൽ, കിൻഡർഗാർട്ടൻ മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് ഈ നിയമം ബാധകമല്ല. വിദ്യാർത്ഥികളുടെ ജീവിത പങ്കാളികൾക്ക് ആശ്രിത വിസ വഴി ഓപ്പൺ വർക്ക് പെർമിറ്റ് നൽകുന്ന രീതിയാണ് കാനഡയിൽ വിദ്യാർത്ഥി വിസ നൽകി വന്നിരുന്നത്. ഈ രീതി വലിയ താമസമില്ലാതെ മാറും എന്നാണ് IRCC അറിയിക്കുന്നത്. എങ്കിലും മാസ്റ്റേഴ്സ്, ഡോക്ടറൽ പ്രോഗ്രാമുകളിലും മെഡിസിൻ, നിയമം പോലെയുള്ള പ്രൊഫഷണൽ പ്രോഗ്രാമുകളിലും പങ്കാളികൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് തുടർന്നും ലഭ്യമാണ്. മറ്റൊരു പ്രധാന മാറ്റം കരുതൽ തുക അഥവാ ഫണ്ടിലാണ് വന്നത്. ജനുവരി മുതലാണ് ഇത് നിലവിൽ വന്നത്. 10,200 കനേഡിയൻ ഡോളർ എന്നുള്ള കരുതൽ തുക ഇപ്പോൾ 20,635 കനേഡിയൻ ഡോളറായി മാറിയിട്ടുണ്ട്. ഇതിൽ എല്ലാ വർഷവും മാറ്റം വന്നേക്കാം ജീവിത ചെലവിനെ അടിസ്ഥാനമാക്കി. എങ്കിലും ഫണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്ന തുകയാണ് എന്നുള്ളത് ഓർക്കുക. നിലവാരമുള്ള സ്ഥാപനങ്ങൾക്ക് മുൻഗണന നൽകാനും മതിയായ താമസ സൗകര്യങ്ങൾ ഒരുക്കാനുമാണ് 2 വർഷത്തേക്കുള്ള നിയന്ത്രണങ്ങൾ കാനഡയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാനഡ വിസ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ വളരെ നേരത്തെ തന്നെ വിസയ്ക്ക് വേണ്ട കാര്യങ്ങൾ തുടങ്ങണം. നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് തിരഞ്ഞെടുക്കുന്ന പ്രോവിൻസ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. പുതിയ മാറ്റങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും അനുയോജ്യമായ ഒരു പ്രോവിൻസ് തിരഞ്ഞെടുക്കാനും വിശദമായ യോഗ്യതാ നിർണയം നടത്താനുമായി കഴിഞ്ഞ 25 പരം വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കാനപ്രൂവിന്റെ തൊട്ടടുത്ത ശാഖ സന്ദർശിക്കുക. താങ്ക്